ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 2ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. വ്യാധികൾ പടരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ ഡോക്ടർ കാണിക്കാൻ വന്നാലേ അമ്മ കുട്ടിക്ക് അസുഖമായിട്ട് എന്താ ഡോക്ടർ കാണിക്കാൻ വന്നാണല്ലേ. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത് നോക്കിയേ, പകർച്ചപ്പനിയാണ്. വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണല്ലേ ഡോക്ടർ. എനിക്കും ഇവന്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞല്ലേ. സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയായിരിക്കാം? മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങളുടെ പേരുകൾ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവയെല്ലാം പകരുന്നവയാണോ? നിങ്ങൾ എഴുതിയ രോഗങ്ങളെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക അല്ലെ. എന്താണ് ചില രോഗങ്ങൾ എന്താണ് പകരുന്നതാണ് അല്ലെ, ചില രോഗം എന്താ പകരാത്ത രോഗങ്ങളുമാണ് അല്ലെ. അപ്പൊ എന്താണ് ഈ രോഗം പകരാതിരിക്കാൻ സാധാരണ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ രോഗം വരുന്ന വഴി എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. നന്നായി ശ്രദ്ധിച്ചാൽ എന്താണ് ശ്രദ്ധിച്ചാല് നമുക്ക് രോഗം പകരൂല അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാ? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം അല്ലെ, അങ്ങനത്തെ പനി. പിന്നെ വേറെ എന്തൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ? നിങ്ങൾക്ക് എന്തൊക്കെയാ അറിയാം അത് എഴുതുക. പകരാത്ത രോഗങ്ങൾ ക്യാൻസർ, പ്രമേഹം, അതൊക്കെയാണ് എന്ത് പകരാത്ത രോഗങ്ങൾ. പിന്നെ പകരാത്ത രോഗങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ എഴുതുക കേട്ടോ. ഇനി ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് എന്ത് പകർച്ചവ്യാധികൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞത് അല്ലെ. എന്താണ് ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് എന്ത് പകർച്ചവ്യാധികൾ. ഓക്കെ, അപ്പൊ അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം വേറൊരാളിലേക്ക് ഉണ്ടാവും അല്ലെ. അതിനെ പറയുന്ന ആ രോഗങ്ങൾ പറയുന്ന പേരാണിത് പകർച്ചവ്യാധി കേട്ടോ. ഇനി മഹാമാരികൾ എന്താ നോക്കാം. കേട്ടിട്ടുണ്ടോ മഹാമാരി? ഇതൊക്കെ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി, പാൻഡമിക് എന്ന് പറയുന്നു അല്ലെ. നമ്മളിപ്പോൾ തന്നെ ഒരു അസുഖം കഴിഞ്ഞു, ഓർമ്മ ഉണ്ടോ? എന്താണ് COVID-19 കഴിഞ്ഞില്ലേ. അതെന്താണ് മഹാമാരി ആയിരുന്നു അല്ലെ. എന്തെന്താ പല രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിരുന്നു അല്ലെ. അപ്പൊ അത് നിരവധി ആളുകളെയും ബാധിക്കുകയും ചെയ്ത് അതിനെയാണ് എന്ത് മഹാമാരി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ COVID-19 എന്താണ് 2019 അത് ഈ കോവിഡ് എന്ന് പറഞ്ഞ അസുഖം വന്നിരുന്നു അല്ലെ ആൾക്കാർക്കൊക്കെ. അപ്പൊ എന്താണ് അതൊരു മഹാമാരിയാണ് അല്ലെ. പകർച്ചവ്യാധിയാണ്, അത് മഹാമാരിയാണ് അല്ലെ. മഹാമാരി എന്ന് പറയുന്നത് എന്താണ് മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ ഒക്കെ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു കേട്ടോ. പാൻഡമിക് എന്ന് പറയും. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് എന്ത് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ അല്ലെ. വസൂരി എന്താണ് പകർച്ചവ്യാധി ആയിരുന്നു അല്ലെ. ക്ഷയം, പ്ലേഗ്, COVID-19 ഒക്കെ എന്താണ് ഈ മഹാമാരികളായിരുന്നു അല്ലെ. രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ? രോഗമുള്ള ഒരാളുമായി നമ്മൾ ഇടപഴകുകയാണെങ്കിൽ നമുക്ക് ആ രോഗം വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കും? അവയെ നമുക്ക് കാണാൻ സാധിക്കുമോ? അവ നോക്കാം. രോഗകാരികൾ, പാത്തോജൻസ്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് അല്ലെ. അപ്പൊ എന്താണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്ന ആരാണ്? ഈ സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെ അല്ലെ. ഇവരൊക്കെയാണ് എന്ത് ഈ മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ എന്താണ് ഈ ബാക്ടീരിയനെയും വൈറസിനെയും ഫംഗസിനെയും ഒക്കെ എന്താണ് പറയുന്നത് രോഗകാരികൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ രോഗകാരികൾ ഏതൊക്കെയാണ്? സൂക്ഷ്മജീവികളായ ബാക്ടീരിയയും എന്താണ് വൈറസും ഫംഗസും ഒക്കെ അല്ലെ. ഓക്കെ, ഇതാണ് ബാക്ടീരിയ. മൈക്രോസ്കോപ്പ് ദൃശ്യമാണ് അല്ലെ. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലേ ഇതിനൊക്കെ കാണാൻ കഴിയുള്ളൂ അല്ലെ. ഇത് വൈറസിന്റെ മൈക്രോസ്കോപ്പ് ദൃശ്യം. എന്താ മൈക്രോസ്കോപ്പിലൂടെ വൈറസ് നോക്കിയപ്പോൾ കണ്ടതാണ് അല്ലെ. ദെൻ സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല അല്ലെ. എല്ലാ സൂക്ഷ്മജീവികളും എന്താണ് രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ശരീരത്തിൽ എന്താണ് നമ്മുടെ തൊലിന്റെ പുറത്ത് തന്നെ എന്താ ഉപകാരമുള്ള ഒട്ടനേകം എന്താണ് ബാക്ടീരിയകളുണ്ട് അല്ലെ. നമ്മുടെ ആഹാരത്തിന്റെ ദഹനത്തിനും ആകിരണത്തിനും എല്ലാം അവ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ബാക്ടീരിയകളും എന്താണ് എല്ലാ
എല്ലാ ബാക്ടീരിയകളും അല്ലെ, എല്ലാ സൂക്ഷ്മജീവികളും എന്താ രോഗകാരികളല്ല അല്ലെ. നമ്മുടെ ഈ തൊലിപ്പുറത്തൊക്കെ എന്താണ് ഒരുപാട് ബാക്ടീരിയകളുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അതൊക്കെ നമ്മൾ എന്താണ് ആഹാരത്തിന് ദഹനത്തിനും ആഗീരണത്തിനും എല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് അല്ലെ. ദോഷമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ് അല്ലെ. നമ്മൾ തലേന്ന് അടിച്ചു വെക്കുമല്ലോ ദോഷമാവ് അല്ലെ. അപ്പൊ എന്താണ് എന്താണ് അത് പുളിപ്പിക്കണം. ദോഷമാവ് പുളിപ്പിക്കാനാണ് എന്താക്കുന്നത് തലേന്ന് അടിച്ചു വെക്കുന്നത് അല്ലെ, മിക്സിയിൽ അടിച്ചു വെക്കുന്നത് അല്ലെ. അപ്പൊ ആ ദോഷമാവ് പുളിക്കുന്നത് എന്താണ് ചിലയിനം ബാക്ടീരിയകളാണ് എന്ത് പുളിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അതെന്താണ് ഈ സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാണ് അല്ലെ. പിന്നെ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിച്ച് മണ്ണിൽ ചേർക്കുന്നത് അല്ലെ. അതുപോലെ എന്താണ് ഈ ബാക്ടീരിയകളും അതുപോലെ ഫംഗസുകളും ഒക്കെയാണ് എന്ത് ഈ ജൈവാവശിഷ്ടങ്ങളെ വിഘടിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അതായത് ഇപ്പൊ എന്തെങ്കിലും പക്ഷിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടുപോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചത്തുപോയാൽ എന്താണ് എല്ലാവരെയും കുഴിച്ചിട്ടോളണമെന്നില്ല അല്ലെ. പക്ഷെ കുഴിച്ചിട്ടാലും ഓക്കെ, കുഴിച്ചിട്ടാലും എന്താണ് ഈ കുഴിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ഈ ബാക്ടീരിയ വന്ന് അതിനെ ഇതാക്കി വിഘടിച്ചിട്ട് എന്താക്കും അതിനെ മണ്ണാക്കി മാറ്റും. ഓക്കെ, അപ്പൊ ഈ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് എന്ത് ഇങ്ങനത്തെ ഇതിനെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ശാസ്ത്രപുസ്തകത്തിൽ എഴുതുക. ദെൻ ഫംഗസുകളുടെ ലോകം. എന്താണ് ഫംഗസുകളുടെ ലോകം? നമുക്ക് പരിചിതമായ റൊട്ടി പൂപ്പൽ. എന്താണ് റൊട്ടിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. റൊട്ടി കുറച്ച് ദിവസം വെച്ചാൽ എന്താണ് പൂപ്പൽ വരുന്നത് അല്ലെ. അപ്പൊ എന്താണ് ആ റൊട്ടി പൂപ്പല്, പിന്നെ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. നമ്മളെന്താ മഴക്കാലത്തൊക്കെ അധികം പേരുടെയും ഡ്രസ്സുകൾ എന്താണ് നന്നായി ഉണങ്ങാത്തത് കൊണ്ട് എന്താ കരിമ്പൻ അടിക്കും അല്ലെ. ആ കരിമ്പൻ എന്താ ഫംഗസ് ആണ്. അതുപോലെ റൊട്ടിപ്പൂപ്പലും ഫംഗസ് ആണ് കേട്ടോ. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് എന്ത് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. എന്താണ് ഈ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകൾ ഏതൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിപ്റ്റോപ്ലാസ്മ ഒക്കെ എന്താണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളാണ്. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് എന്ത് ഈ ഫംഗസുകളുടെ രോഗം. ഫംഗസുകളുടെ രോഗം എവിടെ എന്താണ് നമ്മളെന്താണ് ഭക്ഷണം എന്താണ് കൂണ് കേട്ടിട്ടുണ്ടോ? നമ്മൾ എന്താണ് കറി വെച്ചൊക്കെ കഴിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഞാൻ ഭക്ഷണമാക്കുന്ന കൂണ് മുതൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത വരെ ഉൾപ്പെടുന്നതാണെന്ത് ഈ കൂണിലും ഉണ്ട്. അതുപോലെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത പല ഇതൊക്കെ ഉൾപ്പെടുന്നതാണെന്ത് ഫംഗസുകളുടെ ലോകം. രോഗങ്ങൾ പകരുന്ന വഴി. എങ്ങനെയാണ് രോഗങ്ങൾ പകരുന്ന വഴി? ചിത്രീകരണം നിരീക്ഷിച്ച് രോഗങ്ങൾ പകരാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തൂ. നമുക്ക് ഈ ചിത്രീകരണം നിരീക്ഷിക്കുക, എന്നിട്ട് രോഗങ്ങൾ പകരുന്നതാണ് നോക്കട്ടോ. ഈ എന്താണ് സാധനങ്ങളൊക്കെ തുറന്നു വെക്കുമ്പോ അല്ലെ നമ്മളെന്താണ് ഈ ഈച്ച വന്നിരിക്കുക അല്ലെ. ഈച്ചകളിലൂടെയൊക്കെ രോഗങ്ങൾ വരും അല്ലെ. പിന്നെ നമ്മൾ തുമ്മുമ്പോൾ എന്താണ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് തുമ്മരുത് അല്ലെ. അങ്ങനെ തുമ്മിയാൽ എന്താണ് ആ കുട്ടികളുടെ അസുഖം നമ്മൾ പുറത്തേക്ക് വരും അല്ലെ. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാല കൊണ്ട് മറയ്ക്കുന്നത് എന്തിനാണ്? നമ്മളെ മേലുള്ള അസുഖങ്ങൾ വേറൊരാൾക്ക് ഇല്ലാതിരിക്കുക അല്ലെ. എയറിലേക്ക് ഈ ഇത് വരും. പിന്നെന്താണ് ഈ എയറിൽ നിന്നാണ് എന്താക്കുന്നത് ആൾക്കാരിലേക്ക് രോഗം പടരുന്നത് അല്ലെ. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നത് എന്തിനാണ്? ഈച്ചയും പാറ്റയും ഒക്കെ പല സ്ഥലത്തു നിന്നും വന്നിട്ട് നമ്മളെ ഭക്ഷണ സാധനത്തിൽ ഇരിക്കും അല്ലെ. അപ്പൊ അത് ഇല്ലാതിരിക്കുക അല്ലെ. അതൊക്കെ രോഗം കൊണ്ടുവരികയാണ് അല്ലെ. രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? ചർച്ച ചെയ്ത് ആശയ ചിത്രീകരണം പൂർത്തിയാക്കുക. എന്താണ് സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും. എന്താണ് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ. പിന്നെ രോഗാണുവാഹകരിൽ നിന്ന് എന്താണ് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ മണ്ണിലൂടെയും വായുവിലൂടെയും എന്താണ് സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കും അല്ലെ. വായുവിലൂടെ ക്ഷയം, പിന്നെ മണ്ണിലൂടെ വിരശല്യം, ടൈറ്റനസ് അല്ലെ. അതിലൊക്കെ എന്താണ് ഈ മണ്ണിലൂടെ ഈ എന്താക്കുക നമ്മളെ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കും അല്ലെ. പിന്നെ ജലവും ഭക്ഷണവും വഴി അല്ലെ. ടൈഫോയിഡ് അല്ലെ അങ്ങനത്തെ ഒക്കെ ജലവും ഭക്ഷണവും വഴിയാണ് എന്താക്കുന്നത് സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് അല്ലെ. പിന്നെ രോഗാണുവാഹകരിൽ നിന്ന് എങ്ങനെയാണ് എന്താണ് മനുഷ്യരിലൂടെ, പിന്നെ കുഷ്ഠം അതൊക്കെ അല്ലെ. പക്ഷികളിലൂടെ എന്താണ് എന്തൊക്കെയാ പക്ഷിപ്പനി അങ്ങനത്തെ വരുന്നുണ്ട് അല്ലെ. പിന്നെ കൊതുകിലൂടെ അല്ലെ അങ്ങനെ അങ്ങനത്തെ വരുന്നുണ്ട്. രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണെന്ന് മനസ്സിലായല്ലോ. രോഗാണുവാഹകരായ ഏതെല്ലാം ജീവികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു? രോഗാണുവാഹകർ ആരൊക്കെയാ?
രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് എന്ത്? രോഗാണുവാഹകർ. എന്താണ്? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് എന്ത്? രോഗാണുവാഹകർ അല്ലെ, വെക്ടേഴ്സ് എന്ന് പറയും. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ എന്താണ്? രോഗാണുവാഹകരിൽ പെടും. എന്താണ്? ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ എന്താണ്? രോഗാണുവാഹകരിൽ പെടും. അപ്പൊ ഇതൊക്കെയുള്ള ഈച്ച, പിന്നെന്താണ്? എലിച്ചെള്ള്, പിന്നെ കൊതുക്, വവ്വാല്, ഇതൊക്കെ എന്താണ്? ഈ രോഗാണുവാഹകരിൽ പെടും അല്ലെ, വെക്ടേഴ്സിൽ പെടുന്നതാണ് ഇതൊക്കെ. പരിസരം മലിനമാകുമ്പോൾ ചിത്രീകരണം 2.4 നിരീക്ഷിക്കൂ. 2.4 ഇതായത് അല്ലെ, എന്താണ്? കണ്ടോ? നിരീക്ഷിച്ചേ. എന്താണ്? സമാന സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലുമുണ്ടോ? ഇതുപോലുള്ള ഈ ചുറ്റുപാടുകൾ എന്താണ്? സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലുണ്ടാവും. കണ്ടോ? വേസ്റ്റ് ഒക്കെ ഇട്ട് അല്ലേ, പട്ടി, പൂച്ചയൊക്കെ വന്നിട്ട് ഇതാക്കുന്നില്ലേ, പിന്നെ എലി, പിന്നെ എന്താ കൊതുകുകൾ ഒന്ന് ഇതാക്കുന്നില്ലേ. രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ ഒന്ന് എഴുതി നോക്കിയേ. അപ്പൊ എന്താണ്? രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാ? ഈച്ച എങ്ങനെയുള്ള പെരുകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാക്കണേ? എന്താണ്? വൃത്തിയില്ലാത്ത അല്ലെ, ഇതൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ തുറന്നിട്ടാല് അല്ലെ. പിന്നെ കൊതുക് പെരുകുന്നതോ? കൊതുക് പെരുകുന്ന എങ്ങനെയാണ് സാഹചര്യം? ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് എന്താ? മുട്ടയിട്ട് വളരുന്നു അല്ലെ. അങ്ങനെയാണ് കൊതുക് പെരുകുന്നത്. എലിയും അങ്ങനെ തന്നെ വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ തന്നെയാണ് അല്ലെ. രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ എന്താണ്? ഈ കൊതുകിനൊക്കെയാണ് എന്താണ്? ഈ പ്ലാസ്റ്റിക് കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ എന്താണ്? ഒഴിവാക്കുക. പിന്നെന്താണ്? ഈ കുപ്പികളും ചിരട്ടയൊക്കെ എന്താണ്? വെള്ളം ഉണ്ടെങ്കിൽ ഒഴിവാക്കി കമത്തി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക അല്ലെ. ഈ കൊതുകിനെ നിയന്ത്രിക്കുക എങ്ങനെയാ? കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങൾ തടയാമല്ലോ അല്ലെ. കൊതുകിനെ നിയന്ത്രിച്ചാൽ എന്താണ്? കുറേയേറെ രോഗങ്ങൾ തടയാം അല്ലെ. കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ? കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ? പോരെ അല്ലെ. എന്താണ്? വീട്ടുപരിസരങ്ങൾ ആദ്യം നമ്മൾ ഇല്ലാതാക്കുക. പിന്നെന്താണ്? ഓരോരുത്തരും അവരവരുടെ വീടിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കുക അല്ലെ. പിന്നെ അങ്ങാടി എന്താണ്? ശുചിത്വം പാലിക്കുക അല്ലെ. അവിടെ എന്താണ്? എന്താണ്? ഈ കൊതുക് പറയുന്നത് നോക്കൂ, ഇവിടെ ഇനി രക്ഷയില്ല, മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണം, ഈ പ്രദേശം വൃത്തിയുള്ളതാണ്, നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. എന്താണ്? കൊതുക് ഈച്ചയൊക്കെ സംസാരിക്കുക അല്ലെ. വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പായ്ച്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ് അല്ലെ. എന്താണ്? വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കുക, പിന്നെ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പായ്ച്ചെടികളൊക്കെ ഒഴിവാക്കുക, പിന്നെ ഈ ഓടകൾ ശുചീകരിക്കുക എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ് അല്ലെ. ഈ ചിത്രീകരണം നോക്കിയേ, കണ്ടോ? കൊതുക് എന്താണ്? വലന്റെ ഉള്ളിൽ കിടക്കുക, പിന്നെ ബാറ്റ്, പിന്നെന്താണ്? കൊതുക് തിരി അല്ലെ, ഇതൊക്കെ ഉണ്ട് അല്ലെ. കൊതുകുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാമാണ്? സന്ധ്യാസമയത്ത് വാതിലും ചരലും അടച്ചിടുക അല്ലെ. പിന്നെ ബാറ്റ് ഉപയോഗിച്ച് കൊതുകിനെ കൊല്ലാം. പിന്നെ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ എഴുതുക. രോഗം പകരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ? രോഗം പകരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ? ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളും കൂടി ഉണ്ട് അല്ലെ. അതെന്താ നമുക്ക് നോക്കാം. രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെ. നോക്കൂ, രോഗങ്ങൾ എന്താ? ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അല്ലെ. ആ രോഗങ്ങളിൽ എങ്ങനെ നമ്മൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അല്ലെ. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ഏതാണ്? രോഗങ്ങൾ അല്ലെ. അപ്പൊ എന്താണ്? ആ രോഗങ്ങളെ തടയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് വരാക്കാൻ ശ്രദ്ധിക്കേണ്ടത് രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. പിന്നെ മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെരുപ്പ് ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക, മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ വീട്, വിദ്യാലയം, ശുചിമുറികൾ എന്നിവയുടെ ശുചിത്വം ഉറപ്പാക്കാൻ എന്തെല്ലാം ചെയ്യണം? ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ വീട്, അതുപോലെ നിങ്ങളുടെ വിദ്യാലയം, ശുചിമുറികൾ, ബാത്റൂമുകൾ അല്ലെ എന്നിവയുടെ ശുചിത്വം എന്താ ഉറപ്പാക്കാൻ എന്തെല്ലാം നമ്മൾ ചെയ്യേണ്ടത്? അവിടെ നന്നായി വൃത്തിയാക്കണം അല്ലെ. എന്താണ്? പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും ഉണ്ട്, സസ്യങ്ങളിലും ഉണ്ട് അല്ലെ. പകർച്ചവ്യാധികൾ എന്താണ്? മനുഷ്യന്മാരിലല്ല, മാത്രമല്ല എന്താണ്? ഈ മൃഗങ്ങളിലും ഉണ്ട്, സസ്യങ്ങളിലും ഉണ്ട് അല്ലെ. മനുഷ്യരെ മാത്രമാണ് പകർച്ചവ്യാധികൾ ബാധിക്കാറുള്ളത്? നോക്കൂ, ഈ പത്രവാർത്ത നോക്കിയേ. എന്താണ്?
ബെഡുഡക്കയിൽ കോഴി രോഗവും വിരശല്യവും വ്യാപകം, കോഴികൾ കൂട്ടത്തോടെ ചാകുന്നു. ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനിയിലെ താറാവുകളെ കൊന്നെടുക്കും. കോഴിപ്പനി തുടരുന്നു എന്നായിരിക്കും അല്ലെ റിപ്പോർട്ട്. താറാവുകൾക്ക് എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ ഈ കൊളാശി കണ്ടല്ലോ അല്ലെ, പത്രവാർത്ത കണ്ടു. പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സസ്യങ്ങളിലുണ്ട് അല്ലെ. ചിത്രങ്ങൾ നോക്കിയേ. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി കണ്ടോ, അതുപോലെ പയറിലെ മൊസൈക്ക് രോഗം അത് അല്ലെ. പിന്നെന്താണ് തെങ്ങിലെ കൂമ്പ് ചീയൽ അല്ലെ. അതൊക്കെ എന്താണ് സസ്യങ്ങളിൽ വരുന്ന പകർച്ചവ്യാധിയാണ് അല്ലെ. സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന മറ്റു രോഗങ്ങളെ കുറിച്ച് അന്വേഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക കേട്ടോ. സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന മറ്റു രോഗങ്ങളുണ്ട് അല്ലെ. അതിനൊക്കെ എന്താണ് നിങ്ങളെ വീട്ടിലുള്ള മുതിർന്നവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ശാസ്ത്ര പുസ്തകം നിങ്ങളെ ബുക്കിൽ എഴുതുക. ശുചിത്വ ശീലങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ പ്രധാനമല്ലേ? വ്യക്തി ശുചിത്വവും ചില ശീലങ്ങൾ നോക്കൂ. എന്താണ് ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ പ്രധാനമാണ് എന്ത്? ഈ വ്യക്തി ശുചിത്വം അല്ലെ. ചില ശീലങ്ങൾ നോക്കൂ. അപ്പൊ എന്താണ് നമ്മളെ പരിസര ശുചിത്വം മാത്രം പോരാ, എന്താണ് നമ്മളെ വ്യക്തി ശുചിത്വമാണ് അല്ലെ. നമ്മളെ വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം എന്താണ് വേണം അല്ലെ. നമ്മളെ ശരീരവും ശുചിത്വം വേണം അല്ലെ. ചില ശീലങ്ങൾ നോക്കൂ കണ്ടോ. ഇവയിൽ ഏതെല്ലാമാണ് നല്ല ആരോഗ്യശീലങ്ങൾ? ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. മതിയോ? ഭക്ഷണത്തിന് മുമ്പും കൈ കഴുകണം അല്ലെ. ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട് അല്ലെ. എന്താണ് ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട് അല്ലെ. അപ്പൊ രാത്രിയും രാവിലെയും നമ്മൾ പല്ല് തേക്കണം അല്ലെ. കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല, നല്ല ശീലമല്ല അല്ലെ. പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്, നല്ല ശീലമാണ് അല്ലെ. പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട്, തെറ്റാണ് അല്ലെ. തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല, ഗുഡ് അല്ലെ, നല്ലതാണ്. പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്, അത് നല്ല ശീലമല്ല. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്, നല്ല ശീലം തന്നെയാണ് അല്ലെ. അപ്പൊ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ തയ്യാറാക്കി പ്രദർശിപ്പിക്കുക. ഓക്കെ. ഇനി രോഗപ്രതിരോധ ശേഷി. എന്താണ് രോഗപ്രതിരോധ ശേഷി? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് അല്ലെ. ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ എന്താണ് അവരെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് എന്താണ് ദൈവം തന്നിട്ടുണ്ട് അല്ലെ. സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിലുണ്ട് അല്ലെ. ഇത് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അപ്പൊ എന്താ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെ. രോഗപ്രതിരോധ ശേഷി എന്താണ്? സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്താണ്? എന്താണ് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് നമ്മുടെ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിലുണ്ട് അല്ലെ. ഈ സ്വാഭാവിക പ്രതിരോധ ശേഷിയാണ് ഇതിനെ പറയുന്നത് അല്ലെ. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല. ഈ കഴിവ് എന്താണ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയല്ല. അപ്പൊ രോഗപ്രതിരോധ ശേഷി എന്താണ്? എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല അല്ലെ. പോളിയോ, പിന്നെന്താണ് ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. അപ്പൊ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ഈ പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല അല്ലെ. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ട്. ഈ രോഗങ്ങൾ വരാതിരിക്കാൻ എന്താണ് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട് അല്ലെ. വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഈ വാക്സിനേഷൻ, ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്താൽ എന്താണ് നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും അല്ലെ. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലാഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ് അല്ലെ. എന്താണ് പല രോഗങ്ങളും നമ്മൾ അതിജീവിച്ചത് പല രോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യന്മാർ ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല ഈ ഓരോ മഹാമാരികൾ വരുമ്പോ അല്ലെ. വസൂരി, പ്ലാഗ്, പോളിയോ അല്ലെ, അങ്ങനെയുള്ള മഹാമാരികളെ നമ്മൾ അതിജീവിച്ചത് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ് അല്ലെ. ഈ വാക്സിനേഷൻ വഴിയായിരുന്നു. ഓക്കെ. ഇനി ഇവിടെ വാക്സിൻ എടുക്കാനുള്ളവർ കൗണ്ടർ 2 വരണം അല്ലെ. വാക്സിൻ എടുക്കാനുള്ളവർ കൗണ്ടർ 2 വരണം എന്ന് പറയുകയാണ് അല്ലെ. ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത്? 16 വയസ്സിനുള്ളിൽ നിർബന്ധമായി എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്?
എന്തൊക്കെയാ 16 വയസ്സിനുള്ളിൽ നിർബന്ധമായി അതിനുള്ളിൽ 16 വയസ്സിനുള്ളിൽ നിർബന്ധമായി എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ ആരോഗ്യ പ്രവർത്തകരുമായുള്ള അഭിമുഖത്തിൽ നിന്ന് ശേഖരിക്കുക. ആരോഗ്യ പ്രവർത്തകരുമായുള്ള അഭിമുഖത്തിന് മുൻകൂട്ടി ചോദ്യാവലി തയ്യാറാക്കണ്ടേ? എന്തെല്ലാം ചോദ്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം? അപ്പം എന്താണ് ഈ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക അല്ലേ. ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിൻ എടുക്കേണ്ടതെന്നും പിന്നെന്താണ് 16 വയസ്സിനുള്ളിൽ നിർബന്ധമായി എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണെന്നും പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. നോക്കൂ, വാക്സിനേഷൻ ചാർട്ടാണ് അല്ലേ. അത് എന്താണ് BCG അല്ലേ, ബാസിലസ് കാൽമെറ്റ് ഗോറിൻ, പിന്നെ OPV ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി അല്ലേ, പിന്നെ എന്താണ് FIPV പോളിയോ വാക്സിൻ പ്രൊഫഷണൽ ഡോഗ്, എന്താണ് ഫ്രാക്ഷണൽ ഡോസ് അല്ലേ, RVV എന്താ റോട്ടോ വൈറസ് വാക്സിൻ അല്ലേ, OPV BCG ഹെപ്പറ്റൈറ്റിസ് ബി ജനന സമയത്താണ് കൊടുക്കേണ്ടത്. പിന്നെ ഈ 6 ആഴ്ച കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ച് 6 ആഴ്ച കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കൊടുക്കേണ്ടത്? OPV 1ഉം RVVയും പെൻഡാവാലന്റും FIPV 1ഉം PCV അല്ലേ. പിന്നെ 10 ആഴ്ച കഴിഞ്ഞാൽ OPV 2ഉം RVV 2ഉം പെൻഡാവാലന്റ് 2ഉം. പിന്നെ 14 ആഴ്ച കഴിഞ്ഞാലോ OPV 3ഉം RVV 3ഉം പെൻഡാവാലന്റ് 3ഉം FIPV 2ഉം PCV 2ഉം ഒക്കെ 14 ആഴ്ച കഴിഞ്ഞ് കൊടുക്കണം അല്ലേ. 14 ആഴ്ചയായ സമയത്ത് കൊടുക്കണം. നിങ്ങളുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തി ചാർട്ട് പൂർത്തിയാക്കുക. പ്രതിരോധ വാക്സിനുകൾ, വാക്സിൻ്റെ പേര്, പോളിയോ വാക്സിൻ, പ്രായം, രോഗം പോളിയോ അല്ലേ. പോളിയോ വാക്സിൻ കൊടുക്കേണ്ട ഏതാണ് ഇത് നോക്കി മനസ്സിലാക്കുക അല്ലേ. എന്നിട്ട് ആ പ്രായമൊക്കെ എഴുതുക. പിന്നെ ടൈറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ 10 വയസ്സും 16 വയസ്സാണ് അല്ലേ. ഓക്കെ എഴുതുക. ഓക്കെ, ഇനി PCV ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ, MR മീൽസ് റുബെല്ല വാക്സിൻ, പിന്നെ DBT ഡിഫ്തീരിയ പോർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ, TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ അല്ലേ. കണ്ടോ. അപ്പോൾ എന്താണ് 9 മാസമാകുമ്പം MR 1 PCV ബൂസ്റ്റർ വിറ്റാമിൻ A FIPV 3 കൊടുക്കുക അല്ലേ. പിന്നെ 16-24 മാസമാകുമ്പോൾ എന്താണ് MR 2 OPV ബൂസ്റ്റർ DPT ബൂസ്റ്റർ വിറ്റാമിൻ A2. 5-6 വയസ്സാകുമ്പോൾ DPTയും ബൂസ്റ്റർ 2ഉം കൊടുക്കണം. 10 വയസ്സാകുമ്പോൾ TD1, 16 വയസ്സാകുമ്പോൾ TD2 കൊടുക്കുക. ഓക്കെ, ഇനി രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും സംബന്ധിച്ച് ആളുകൾക്ക് ശരിയായ അറിവ് നൽകേണ്ടതുണ്ട് അല്ലേ. ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗവും സംബന്ധിച്ച് ആളുകൾക്ക് ശരിയായ അറിവ് നൽകേണ്ടതുണ്ട് അല്ലേ. ഇക്കാര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നാടകത്തിലൂടെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലേ. നാടകം, കാർട്ടൂണ്, പോസ്റ്ററിലൂടെയൊക്കെ നമുക്ക് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി അറിവ് നൽകാം. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിന്റെ സമ്പത്ത് അല്ലേ. അപ്പൊ എന്താണ് വ്യക്തി ശുചിത്വം എന്താണ് നിർബന്ധമാണ് അല്ലേ. അപ്പം 2ാമത്തെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായി പഠിക്കട്ടോ. ഈ വാക്സിൻ്റെ പേരും പിന്നെ എടുക്കേണ്ട പ്രായമൊക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പം 2nd ചാപ്റ്റർ തീർന്നു. ഇനി 3rd ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.